സീസൺ 7 വിന്നറായി അനുമോൾ എത്തിക്കഴിഞ്ഞു. ദാ ഇന്നലെ ഗംഭീര ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. ദാ സൈഡിൽ നടക്കണുണ്ടല്ലേ, ഇതേപോലെ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട് ഇത്തരം ഒരു പാർട്ടിയൊക്കെ. ഫിനാലെ കഴിഞ്ഞതിന് ശേഷം, അതായത് വിന്നറെ പ്രഖ്യാപിച്ചതിന് ശേഷം വീടിനകത്ത് എല്ലാ ക്രൂസും കൂടി വന്നിട്ട് എല്ലാവരും ഡാൻസ് പാട്ട് അങ്ങനെ കുറച്ച് നേരം ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നത് നമ്മൾ എല്ലാ സീസണിലും കാണാറുണ്ട്. ഈ സീസണിലുണ്ട്. സീസൺ 7 ടൈറ്റിൽ വിന്നർ ആയിരിക്കുകയാണ് അനുമോൾ. ടൈറ്റിൽ വിന്നറായ അനുമോൾ ഡാൻസ് കളിക്കുന്നു. ഇപ്പോൾ ഇറങ്ങി പോകുമ്പോൾ നൂറായിട്ടൊക്കെ ഭയങ്കര പട്ടായ ഗേൾസ് അടിച്ചു പിരിഞ്ഞു, പാട്ട ഗേൾസ് ആയി എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അങ്ങനെയൊന്നുമില്ല. അനുമോളെ സംബന്ധിച്ച് അനുമോൾ പറയുന്നത് അവരെ എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് എല്ലാവർക്കും ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം എന്നില്ല. ആ ഒരു മനസ്സുള്ള കുട്ടി നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അവരായിട്ട് കൂട്ടുകൂടരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ നെഗറ്റീവ് അടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഇന്നലെ രാത്രി എല്ലാവരും കൂടി ഡാൻസ് പാട്ട് ആഘോഷ നിറവിലായിരുന്നു കേട്ടോ. എന്നാൽ നമ്മുടെ മറ്റേ ടീംസിലൊന്നും കണ്ടില്ല. അവർ ചെയ്തൊരു കാര്യം എനിക്ക് തോന്നിയത്, അവർ അന്വേഷണോട് ചെയ്തത് ഒരു ക്രൂരത പോലെ എനിക്ക് തോന്നി. വീടിനകത്തേക്ക് കയറിയിട്ട് ഇവർക്ക് അറിയില്ല ആരാണ് വിൻ ചെയ്യുന്നതെന്ന്. ഈ കണ്ടസ്റ്റൻസിന്, അതായത് തിരിച്ച് വീട്ടിലേക്ക് കയറിയ കണ്ടസ്റ്റൻസിന് അറിയില്ലെങ്കിൽ അനീഷിന് ഒരുപാട് ഹോപ്പ് കൊടുക്കാൻ പാടില്ലായിരുന്നു. അനീഷാണ് വിന്നർ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചു. അനീഷ് വിന്നർ ആകും തന്നെ എക്സ്പെക്ട് ചെയ്താണ് കേട്ടോ അനീഷ് അവിടെ നിന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു അനീഷ്. ഇവർ പലതരത്തിലുള്ള ആക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു അനുമോളെ നെഗറ്റീവ് അടിപ്പിക്കാനായിട്ട്. അപ്പോൾ അനീഷ് കരുതിയത് അനീഷാണ് വിന്നർ എന്നാണ്. സ്റ്റേജിൽ ലാലായിട്ടും കൊണ്ടുപോകുമ്പോഴും അനീഷ് ഇങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു. പുള്ളി വിചാരിച്ചത് പുള്ളിയായിരിക്കും അനീഷായിരിക്കും വിന്നർ ആവാന്നുള്ളത് ഒരു മനസ്സിൽ എക്സ്പെക്ടേഷൻ ഉണ്ടാവുമായിരിക്കും. അനുമോൾ പറഞ്ഞത് അത്തരത്തിൽ തന്നെയാണ്. അനീഷേട്ടൻ തന്നെ ആയിരിക്കും വിന്നർ ആവാന്നാണ് തലേ ദിവസം തന്നെ വന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. സ്റ്റേജിൽ വെച്ചിട്ടും അനുമോൾ കൂളായിട്ടാണ് നിൽക്കുന്നത്. കാരണം അറിയാം അനീഷേട്ടനാണ് കൈപൊക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് പുള്ളിയുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു അനുമോളുടെ. പെട്ടെന്ന് ലാലേട്ടൻ കൈപൊക്കിയപ്പോൾ ആ ഞെട്ടൽ നമ്മൾ കണ്ടല്ലേ ഇന്നലെ. അപ്പോൾ അതൊക്കെ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്കിനി അടുത്ത വർഷം കയറുന്ന റീ എൻട്രി എന്ന് പറയുന്ന സംഭവം അടുത്ത വർഷം ഉണ്ടാകും. അങ്ങനെ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നവരാരാണെന്നൊന്നും നമുക്കറിയില്ല. അത് അവർക്ക് പോലും അറിയില്ലായിരിക്കും. ഓഡീഷനും കാര്യങ്ങളൊക്കെ വരാനല്ലേ പോകുന്നുള്ളൂ. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, അടുത്ത വർഷം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വീടിനകത്തേക്ക് കയറിയിട്ട് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ആരാണ് വിന്നർ ആവുക എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതെ പോകുക. അല്ലെങ്കിൽ കപ്പടിച്ചിട്ട് വരും അങ്ങനെ പ്രതീക്ഷ കൊടുക്കുമ്പോൾ തകർന്നു പോകും. ഇന്നലെ അനീഷ് ഭയങ്കര തകർന്ന് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. മാത്രമല്ല അനീഷ് വിചാരിച്ചത് അതുപോലെയാണ് അങ്ങനെ. പക്ഷെ അവരുടെ മനസ്സിൽ അനീഷായിരിക്കും വിന്നർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം. പക്ഷെ അറിയില്ല, ജനമനസ്സുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് ജനങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് എന്താ പറയുക, പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റിയൊരു സംഭവമല്ലല്ലോ. ഇന്ന് പുറത്തിറങ്ങിയ ശേഷം അനുമോൾ പറയുന്നുണ്ട്, ഞാൻ 1 ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര പിശുക്കിയാണ്, ഞാൻ അധികം പൈസ ഒന്നും ആർക്കും കൊടുക്കില്ല. അനുമോൾക്ക് ഓൾറെഡി ഫേം ഉണ്ട്. അതുകൊണ്ട് തന്നെ അനുമോളുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സപ്പോർട്ട്, അതായത് നെഗറ്റീവ് വരരുതെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് അനുമോൾ PR എടുത്ത ആൾ തന്നെ മറ്റുള്ളവരുടെ PR എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അനുമോൾക്ക് വേണ്ടി അവർക്ക് അധികം വർക്ക് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് 1 ലക്ഷം രൂപ മാത്രമേ അനുമോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ സത്യങ്ങൾ തുറന്നു വന്നിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു നുണ അനുമോൾ സീസണിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ അനുമോളെ പോലെ ഒരു വിന്നറെ കിട്ടിയത് തന്നെയാണ് സീസൺ 7 ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ പറയുന്നു. സീസൺ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടസ്റ്റൻസിനെയൊക്കെ ഇനി കാണും. കാരണം അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസിനെയും ബിഗ് ബോസ് ഫീഡും ആണല്ലേ. അപ്പോൾ ബിഗ് ബോസിനെ കാണാത്തവരൊക്കെ ഉണ്ടാകും. ബിഗ് ബോസിനെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഈ സൈഡിൽ നിൽക്കുന്ന ഈ ചേട്ടനാണ് നമ്മുടെ ബിഗ് ബോസ് ചേട്ടൻ, അല്ലെങ്കിൽ ബിഗ് ബോസ് അണ്ണൻ, അല്ലെങ്കിൽ ബോസ് അണ്ണൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അണ്ണൻ. രഘു എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് ബോസ്. ഈ ചേട്ടൻ്റെ സൗണ്ടാണ് നമ്മൾ ഭയങ്കര ബാസിലൂടെ വരുന്നത്. കുടുംബാംഗങ്ങൾ സങ്കടപ്പെടുത്തുമ്പോൾ അവരെ സമാധാനിപ്പിച്ച്, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞു, ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തമാശകൾ പറഞ്ഞു, അവർ ഉറങ്ങുമ്പോൾ ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചും നമ്മൾ ചീത്ത പറയുന്ന നമ്മുടെ ബിഗ് ബോസ് ഈ നിൽക്കുന്ന ഈ ചേട്ടനാണ് കേട്ടോ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ചിലവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അവർക്ക് അറിയില്ലായിരിക്കും ആരാണ് ബിഗ് ബോസ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ, നമ്മുടെ ബോസ് അണ്ണൻ. അപ്പോൾ അടിപൊളി പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി വീട്ടിൽ സ്വീകരണമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ.